ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് കുറച്ച് പഴക്കമുള്ള വീഡിയോ ആണ്, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നിട്ട് ഒരു മാസത്തോളം ആയ വീഡിയോ ആണ് കേട്ടോ. നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അന്നൊരു ചെമ്പല്ലിയെ. അതിനെ ഒന്ന് വാഴയിലയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഇവിടെ ഞാൻ വെള്ളം ഒഴിച്ചേക്കുന്നത്, ഇവിടെ എണ്ണ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എണ്ണ മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചേക്കുന്നത്. അല്ലെങ്കിൽ എണ്ണയാണ് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇച്ചിരി ടേസ്റ്റ് കുറഞ്ഞാലും നമുക്ക് ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ മീനെ വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു ചെമ്പല്ലിയായിരുന്നു കേട്ടോ, 1 കിലോയ്ക്ക് അടുത്തുള്ളൊരു ചെമ്പല്ലിയായിരുന്നു. അതിനെ ആ അരപ്പ് അതിനകത്തെല്ലാം നല്ല വൃത്തിക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇത് എനിക്ക് വോയിസ് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. വോയിസിന് വയ്യാതാവുന്നതിന് തൊട്ട് മുമ്പേ കിട്ടിയതായിരുന്നു അന്ന്. പക്ഷേ നമുക്ക് വീഡിയോ എടുത്ത് വെച്ചെങ്കിലും അത് എന്താ പറയുക, വോയിസ് ഒന്നും കൊടുക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല. മീൻ വറുക്കാനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചോളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് വാഴയിലേക്ക് ആക്കിയിട്ട് പിന്നെ അതിനെ പൊള്ളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഇച്ചിരി വലിയൊരു ഉരുളിയാണ് എടുത്തത്, ആ ഉരുളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കി വന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, അതും അതിനകത്തൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നാണ്ട് നമ്മുടെ മീനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തോളൂ. നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ അതിനകത്തെ അരപ്പൊക്കെ മാറ്റിയിട്ട് ആ പാത്രം തന്നെ വെച്ച് കൊടുത്ത്, അരപ്പൊക്കെ ആ മീനിൻ്റെ പുറത്തോട്ട് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്കൊരു 2 സവാള, മീഡിയമായിട്ടുള്ള 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ആ മീനകത്ത് വയ്ക്കാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നമ്മുടെ ആ ഉരുളിയിലുള്ള അരപ്പെല്ലാം അതിനകത്ത് യോജിക്കുന്ന വിധം എല്ലായിടവും ആക്കി ഒന്ന് ഇളക്കിയെടുക്കാം. കാരണം ഈ മസാലയിലാണ് നമ്മുടെ മീൻ ഫ്രൈയുടെ ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ആ മീനിൻ്റെ ടേസ്റ്റ് ഉള്ളിക്കകത്തെല്ലാം വരത്തക്ക വിധം അത് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ഇനി നമുക്കൊരു സ്പൂൺ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ സവാളയ്ക്കകത്തൊന്ന് പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് മീൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഇതിനകത്ത് ചേർത്തത്. പിന്നെ അതിലേക്ക് ഇതാണ്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, ഒരു നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം ഒഴിക്കാൻ, ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ദാണ്ട ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ബാറ്റർ പെട്ടെന്നൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ മസാല നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. തിക്കാവണ്ട എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ അതൊന്ന് നല്ലോണം കുറുകി വന്നപ്പോൾ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി വേണ്ട നമ്മൾ അത്യാവശ്യം വലിയൊരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അതിൻ്റെ അടിയിൽ ആദ്യം ഒരു ലെയറായിട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മീനെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം, ആ മസാലയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ നമ്മുടെ മസാലയുടെ മുകളിൽ വേണേൽ ഒരു കറിവേപ്പില വെക്കാം. ഞാൻ അവിടെ കറിവേപ്പില വെച്ചില്ല, മുകളിൽ മാത്രമേ വയ്ക്കുന്നുള്ളൂ. പിന്നെ ആ മീനകത്ത് ഇരുന്ന ആ എണ്ണയും ആ മസാലയൊക്കെ അതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവിയുടെ ബാലൻസ് മൊത്തവും മീനിൻ്റെ പുറത്തോട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് നമുക്ക് വേണ്ട കറിവേപ്പില 2 or 3 ഒക്കെ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലെ സ്വന്തം കറിവേപ്പില ആയതുകൊണ്ടാണ് ഇത്രയും വെച്ച് കൊടുക്കുന്നത്. അല്ലേ ആവശ്യത്തിനൊരെണ്ണം അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കറിവേപ്പില ആരോഗ്യത്തിന് നല്ലതാട്ടോ. പിന്നെ അതിനെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ മടക്കിയെടുത്ത് കെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുവാണേ. മടക്കിയിട്ട് നമ്മുടെ വാഴയുടെ വള്ളി ഉണ്ടല്ലോ, അത് വെച്ച് തന്നെയാണ് കെട്ടേണ്ടത്. അത് വെച്ച് തന്നെ നമുക്കിങ്ങനെ നല്ല വൃത്തിയായിട്ട് കെട്ടിയെടുക്കാം. അപ്പോൾ അതാണ്ട് ഇങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. കെട്ടുമ്പോൾ നല്ല മുറുക്കി കെട്ടണം, അല്ലെങ്കിൽ ഫ്രൈ ആകുമ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി തോനെ എണ്ണ ഒഴിക്കണം.
എണ്ണ ഒഴിക്കുക. കാരണം ഈ ഇല അതിനകത്തിരുന്ന് പൊള്ളി വരണമല്ലോ. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആ കെട്ടി വെച്ചിരിക്കുന്ന മീൻ അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തോട്ടൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം. കാരണം എയർ ഒന്നും വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇടികല്ലുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്ത് വെച്ച് കൊടുത്തത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് അടച്ച് വെച്ച് അടുത്ത ഭാഗം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാണ്ടേ നമ്മുടെ വാഴയിലയിലെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പയ്യെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും നമ്മൾ കെട്ടി വെച്ച് കൊടുത്തിട്ടുള്ള നൂലെല്ലാം എന്താ പറയുക, ആൾമോസ്റ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വാഴയില ഇങ്ങനെ അങ്ങോട്ട് തുറക്കുമ്പോൾ ഉള്ള ഒരു മണമുണ്ടല്ലോ, വല്ലാത്തൊരു അട്രാക്റ്റീവായിട്ടുള്ള മണമാണ്. മീനും വാഴയിലയും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആയിട്ടുള്ള നല്ല മണം. ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുമേ. അപ്പം നമ്മുടെ മീനിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു റെസിപ്പി ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അസാധ്യ രുചിയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.